അപ്പോൾ രാവിലെ നമ്മൾ ധൃതിയൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇനി പാത്രമൊന്നും എടുത്ത് കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു പാൻ എടുക്കുക. ഇതേപോലെ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം അതങ്ങോട്ട് പുരട്ടി കൊടുക്കുക. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക, അതിനകത്തേക്ക് മാവ് ചേർക്കുക. ഇതേപോലെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് രാവിലെ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് വിടാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് വേറെ ടേസ്റ്റാണോ എന്ന്. അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ തേങ്ങ ഇടണമെന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു മൂടിയെടുത്ത് ഇതേപോലെ അടച്ച് വെക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റ് കഷ്ടിച്ച് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് ഈ സാധനം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും രാവിലെയൊക്കെ ഇഡ്ഡലി പാത്രവും അതും ഇതുമൊക്കെ എടുത്ത് കിടന്നുകൊണ്ട് വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ ആരും. ഇതേപോലെ പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം ധൈര്യമായിട്ട് ചെയ്തോ. ഇത് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോയോ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമോ ഒന്നുമല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഇതിനിടയിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോഴത്തെ പരിപാടി ഒന്നുമല്ല, പണ്ടേ മുതലുള്ള പരിപാടിയാണ്. സ്കൂൾ തുറന്നപ്പോഴത്തേക്ക് ഓർത്തത് കൊണ്ട് വീണ്ടും ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് മൂടിയും കൂടി വെക്കണം കേട്ടോ. അതേ നമ്മുടെ ഇടിയപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ, വെന്തോ എന്നുള്ളത്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. കണ്ടാ, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഒരു ടേസ്റ്റ് കുറവുമില്ല കേട്ടോ. മാവ് തീർന്നു പോയി, അതുകൊണ്ടാണേ. ചുട്ടുകൊണ്ടിരുന്നതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്ത്.